കാണാൻ ഭംഗിയുള്ളതും നിങ്ങളുടെ പ്രൈസിന് പറ്റിയതുമായ വീടുകളൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ല വീടുകൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെയിൻ റോഡിൽ നിന്ന് വെറും 100 മീറ്റർ നടന്നാൽ ദാ ഈ കാണുന്ന വില്ലകളെത്തി. 4 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് വരുന്നത്. മെയിൻ റോഡിൽ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു 50-100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തിയായി. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ആണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് വരുന്നത്. എലിവേഷൻ നോക്കിയാൽ ഒരു ബോക്സി ഷേപ്പ് ആണ്. ഭംഗിയുള്ള എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അനാവശ്യമായ വർക്കുകളൊന്നും കൊടുക്കാതെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗേറ്റിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 റാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റോൺസ് വെച്ചിരിക്കുന്ന മുറ്റമാണ്. ഈ കാണുന്നതാണ് നിങ്ങളുടെ കവേർഡ് കാർ പോർച്ച്. നിങ്ങളുടെ ഒരു കാറിന് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വലിയ പില്ലറുകളാണ് വരുന്നത്. മുകളിലൊക്കെ സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ കയറി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ നല്ല ലെങ്തി ആയ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെയും സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടെ ആ ഒരു ഗ്രാസ് ഒക്കെ വിരിക്കാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിങ്. ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു കേജ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചന്റെ ഡോറ് വരുന്നത്. കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയുടെ ഫ്ലോർ ടൈലിന്റെ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഗ്രാനൈറ്റും ടൈലും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 3 ചെയറുകൾ വരെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് മെയിൻ ഡോറ് കിട്ടുന്നത്. ഇതുപോലെ ഭംഗിയുള്ള നല്ലൊരു ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈ കാണുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് നിങ്ങൾ നേരെ എൻട്രി ചെയ്യുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 11.8 ഫീറ്റിലാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഈ ഒരു വോൾ നോക്കിയാലും നല്ലൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. എല്ലാത്തിന്റെ ഔട്ട് ഫ്രെയിം ഇതുപോലെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് മൾട്ടിവുഡില് നല്ലൊരു ഡിസൈനിൽ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡനായിട്ട് കാണുന്ന നമ്മുടെ മെയിൻ ഡോറുകൾ അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നേരെ വരുന്നത് ഫാമിലി ഗസ്റ്റ് ലിവിംഗ് നിങ്ങൾ കണ്ടു. ഇനി വരുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. 10 അടി നീളവും 8 അടി വീതിയുമുള്ള ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഗസ്റ്റ് ലിവിംഗും ഫാമിലി ലിവിംഗും സെപ്പറേറ്റ് കിട്ടുന്ന വേറെ വീടുകൾ ഇല്ല. എൻട്രൻസ് നോക്കിയാൽ ഭംഗിയായിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നിങ്ങൾ നോക്കിക്കോളൂ. കുറച്ച് ഡിസൈൻ ഒക്കെയുള്ള ഭംഗിയുള്ള ടൈലും അധികം കാണാത്തൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നല്ലൊരു ഷാൻലിയർ വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവിടെ കൊടുത്ത് മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന വോളിൽ നല്ലൊരു വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് നിങ്ങൾക്ക് ഇവിടെയാണ് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. മുകളിൽ നിങ്ങൾക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്.
നല്ലൊരു ഡിസൈനോട് കൂടിയ ടൈല് തന്നെയാണ് വോളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഹീറ്റർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജെറയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യവും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗസ്റ്റ് ലിവിംഗും ഫാമിലി ലിവിംഗും കഴിഞ്ഞു. ഇത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഒരു നല്ല പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സോ ഡോൾസോ ഒക്കെ വെക്കാനായിട്ട് ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ഈ കാണുന്ന സ്പേസുകളിലെല്ലാം ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഹാൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 10 അടി നീളവും 7.5 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് എന്ന് പറയാം, പക്ഷെ ഇതുപോലെ വോളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയ ഭംഗിയുള്ള സാധനങ്ങൾ, ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. എൻട്രൻസ് ഓപ്പൺ ആയിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കിട്ടുന്നുണ്ട്. കിച്ചൺ അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഭംഗിയുള്ള ലീഫി ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയും അതിന് താഴെയും ഒക്കെ ആയിട്ട് 3 ലെയറിലാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ ഷെയ്ഡുകളിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടൊരു പാനലിംഗ് വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും കൂടാതെ ഫാൻ ഫിറ്റിംഗും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്ത് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോറിംഗ് എല്ലാം തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോയുടെ സറൗണ്ടിങ് ഏരിയസ് നോക്കുമ്പോഴും വളരെ ഭംഗിയായിട്ട് ഒരു ഡിസൈനിലാണ് പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഏറ്റവും ടോപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് റൂഫ് വരെ നിങ്ങൾ അങ്ങ് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യത്തിന് ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ആയിട്ട് കിട്ടുന്ന ഹാളിന്റെ ഈ ഒരു എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വാൾപേപ്പർ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തി കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. 14-10 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് ഉണ്ട്. ഇവിടെയും വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. വാർഡ്രോബ് നോക്കിയാലും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഡോറുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് മുകൾ ഭാഗത്ത് നോക്കിയാലും കാണാം കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് വരുന്നത്. സെപ്പറേറ്റ് വേറൊരു ഏരിയയിലാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. അവിടെയും പാനലിംഗ് വർക്കുകളാണ്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലും നല്ല ഡിസൈനർ ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യവും കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. നമ്മൾക്ക് ഇവിടുത്തെ സ്റ്റഡി കം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നല്ലൊരു റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി കം റീഡിംഗ് റൂം 10-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ടുള്ള റൂം ആയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ 4 ബെഡ്റൂമുകളായിട്ട് വരെ കൂട്ടാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഷോക്കേസ്, ചെറിയൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കിയാലും കാണാം എയർ ഹോൾ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾക്ക് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ആൻഡ് ഫൈനൽ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ട ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു ബെഡ്റൂം ആണ്. 15.5 അടി നീളവും 8.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ആ കാണുന്ന വോളിൽ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി മൂന്നാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു വലിയ ബാത്റൂം തന്നെയാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹോട്ട് വാട്ടറിനായിട്ടുള്ള ഗീസർ ഫെസിലിറ്റി ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും വോക്കബിൾ ഡിസ്റ്റൻസ്, അതായത് 100 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് വെറും 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 12, ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ 6-7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 13 കിലോമീറ്ററും. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി കം യൂട്ടിലിറ്റി ഏരിയ കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാർ പാർക്കിംഗ് സൗകര്യം കിട്ടുന്നുണ്ട്, വെൽ വാട്ടർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ ഭംഗി ആൻഡ് ക്യൂട്ട് ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. പ്രൈസ് അറിയണ്ടേ? 78 ലക്ഷം രൂപ. അത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ്. എന്നാലും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കൊന്ന് ഓണറുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. 78 ലാക്സ് ആണ് വീട് ചോദിക്കുന്ന പ്രൈസ്. ഇതിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതുപോലെ ഭംഗിയുള്ളതും ഈ ഒരു പ്രൈസിൽ വരുന്നതുമായ വീടുകൾ വന്നാൽ പെട്ടെന്ന് സെയിൽ ആവും. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഇതുപോലത്തെ ബഡ്ജറ്റിലെ വീടുകൾ നിങ്ങൾ ഏകദേശം വീഡിയോ പോസ്റ്റ് ചെയ്തൊരു ഒരു മാസത്തിനകം ചോദിക്കുമ്പോഴേക്കും വീടുകൾ സെയിൽ ആയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ വരെ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് കോളുകൾ എടുത്തില്ല എങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറുകളും സ്ക്രീനിലുണ്ട്. അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ച് നിങ്ങളുടെ പേര് കൂടി ടൈപ്പ് ചെയ്തിട്ടാൽ നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് മിസ്സാവില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.